ഹായ് ഹലോ, എൻ്റെ പേര് ഫിദ ഫാത്തിമ. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇപ്പം നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അഡ്മിഷനെ കുറിച്ചും ഏതൊക്കെ കോളേജാണ് കിട്ടുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും ആലോചിച്ച് അപ്പം നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിനെ പറ്റി കണ്ടാലോ. 2 ടൈപ്പ് റൂംസ് ആണുള്ളത്. കോമൺ ബാത്റൂം ടൈപ്സും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉള്ളതുമാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കോമൺ ബാത്റൂം 2ലാണെങ്കിൽ തന്നെ 3 പേരായിട്ടാണ് നിൽക്കുക. ഇത് ഞങ്ങളുടെ എൻട്രൻസ് ആണ്. താഴേക്കൊരു സ്റ്റെയർ കണ്ടില്ലേ, ആ സ്റ്റെയർ മെസ്സൊക്കെയുള്ള സ്റ്റെയർ ആട്ടോ. നമുക്കിവിടെ കോഫി മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ വെൻഡിങ് മെഷീനും ഉണ്ട്. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഫ്ലോർ വരുന്നത് 6th ഫ്ലോറാണ്. ഇവിടെ ഫസ്റ്റ് ഇയേഴ്സ് മാത്രമേ ഉള്ളൂ, സീനിയേഴ്സ് ആരും ഉണ്ടാവില്ല. കാരണം ആൻറ്റി റാഗിങ് പീരീഡ്, റാഗിങ് ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റാഗിങ് ഇല്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നില്ല. ഇത് നമ്മളെ കോമൺ ഹാളാണ്. ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഫസ്റ്റ് ഇയേഴ്സിന് വരാൻ പോവുക August 5th. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇരുന്ന് പഠിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണുള്ളത്. ഇത് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂം. ഒരു 3 ബെഡായിരിക്കും ഉണ്ടാവുക. സ്റ്റഡി ടേബിൾ 3 ഒരു റൂമിലുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, 2 കബോർഡും ഉണ്ടാവുക. കബോർഡ് 2 ഉണ്ടാവുള്ളൂ, കാരണം 2 പേര് ഉദ്ദേശിച്ചുള്ള ടൈപ്പ് റൂം ആയതുകൊണ്ട് തന്നെ 2 കബോർഡ് ഉണ്ടാവുക. അതിൽ 3 പേര് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ചെയ്യുക. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങനെയല്ല വെക്കുക. ഇത് ബാത്റൂം, ഒരു മിറർ ഉണ്ട്, ഒരു ബേസിൻ ഉണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ്. ഇതാണ് ഞങ്ങളുടെ വൺ ഓഫ് ദ എസ്തെറ്റിക് റൂം. ഞങ്ങളുള്ളതിൽ വെച്ചിട്ട് ഈ വർഷം ഞങ്ങളിത് മാറും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 2 കബോർഡ് ഉണ്ടാവുക, 2 ഷെൽഫ് ഇതുണ്ടാവുക. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ ഇവിടെയൊക്കെ ഓരോരുത്തർ ഇരുന്ന് പഠിക്കുന്ന ടേബിൾസാണ്. പുറത്ത് ഇതുപോലെ കുറച്ച് ടേബിൾസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ഇവിടുന്നുള്ള വ്യൂ ആണിത്. നമ്മൾ കോമൺ ബാത്റൂം സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ബെഡും 3 സ്റ്റഡി ചെയറും 3 ടേബിൾസും ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കബോർഡ്സ് ആണ്. ഇവിടെ കബോർഡ് എക്സ്ട്രാ മീൻസ് കോമൺ ബാത്റൂം സൈഡിൽ 3 പേരാണ് എപ്പോഴും ഉണ്ടാവും. ഇത് 3 കബോർഡ്സ് ആണ് കോമൺ ബാത്റൂം സൈഡിൽ ഉണ്ടാവും. ഈ 3 കബോർഡ്സാണ്. ഇത് ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻസ് റൂമിലുള്ളതാണ്. ഇത് ദീപ്ഷ്, വൃതിക, അത് മാന്യ. इधर कौन था? एक हमने कर रखा है, एक तुमने कर रखा है. Bye bye. ഇവിടെ 2 സൈഡിലും കണ്ടില്ല, ഇത് 2 ബാത്റൂംസ്. എന്താ പറയുക, ഇവിടുന്ന് വാഷിംഗ് ഏരിയ, അതുപോലെ തന്നെ ടോയ്ലറ്റിനുള്ള സെപ്പറേറ്റ് ഏരിയാസ് ആണ് വരുന്നത്. കണ്ടില്ലേ, അപ്പുറത്തെ സൈഡ് നഴ്സിംഗ്, ആ ഒരു ഏരിയ, ആ ഒരു കുഞ്ഞു ബ്ലോക്ക് മാത്രമേ നഴ്സിംഗ് വരുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കോമൺ ഹാള് വരുന്നത്, കോമൺ ഹാൾക്കുള്ള പാസേജ്. പിന്നെ വേസ്റ്റ് ഡെപ്പോസിഷൻ ആണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ ഇടുക, ഫുഡിൻ്റെ വേസ്റ്റ് വേറെ, അതുപോലെ തന്നെ പാഡ് ഇടാൻ വേറെ, അങ്ങനെ സെപ്പറേറ്റ് സൗകര്യം. അതൊക്കെ ചേച്ചിമാർ ക്ലീൻ ചെയ്യാൻ വരും, അവർ തന്നെ ക്ലീൻ ചെയ്യൽ. പിന്നെ നമ്മൾ ടെറസ്, ഇവിടെയാണ് നമ്മൾ ഡ്രസ്സ് ആറിയിടുക. വന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും താഴെയുള്ള ഒരു ഫ്ലോറിൽ റൂമായിരുന്നു തന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പം ഞങ്ങൾക്ക് ടെറസ് അവർ തന്നു. ഇപ്പം മഴയായപ്പം ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു സ്പേസ് റെഡിയാക്കി തന്നു.
പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല വാഷിംഗ് മെഷീന്. സെക്കൻഡ് ഇയർ തൊട്ടാണ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുക. കാരണം നമുക്ക് ആൻറ്റി റാഗിങ് പീരീഡ് ഒക്കെ വരുന്നതുകൊണ്ട് സീനിയേഴ്സുമായിട്ടുള്ള കൂടിക്കാഴ്ച മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി. നോർത്ത് നിന്ന് 3 ആൾക്കാരാണുള്ളത്. അതിൽ ഇത് തന്നെ ദീപിക. कोई प्रॉब्लम कुछ सीनियर्स के बारे में भी बता दो. फर्स्ट ईयर्स को रैगिंग के बारे में नो रैगिंग इश्यूज. अब नॉर्थ इंडिया में इधर केरला कैसा है? यू लाइक മെസ് ഹാളിൻ്റെ വീഡിയോയും കൂടി ഞാൻ ആഡ് ആക്കാം. അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഇയേഴ്സ് ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുക. കാരണം ആൻറ്റി റാഗിങ് പീരീഡ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയേഴ്സ് കംപ്ലീറ്റ് ഇവിടെ ഇരിക്കും. പിന്നെ നമുക്ക് വെള്ളം എടുക്കാൻ പോണ സ്ഥലം, പിന്നെ ഇത് നമ്മളെ വാഷിംഗ് ഏരിയ. ഈ ഏരിയ നിന്നാണ് പാത്രങ്ങളൊക്കെ ഫുഡ് ചെയ്യുന്നതിന് പാത്രങ്ങളൊക്കെ കഴുകുക. അങ്ങനെ അവടിയുടെ ചിരിയോടുകൂടി നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ശരി, ബൈ ബൈ.